ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ ഫുള്ളി ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇരിക്കാനാണ് ചാൻസ്. നമ്മുടെ സുട്ടന്മാർ ആസൂട്ടനും ഐസോട്ടനും കൂടി ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ എത്തും ഗൈസ്. അവർ ഇവിടെ കളമശ്ശേരി ഇറങ്ങിയിട്ടുണ്ട്. ഊബറിലാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അവരിവിടെ എത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെന്തായാലും വരില്ലേ, കുഞ്ഞി വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ 3 പേര് ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകുന്ന പരിപാടിയൊന്നുമില്ല. വീട്ടിനകത്ത് തന്നെ രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, രാത്രി എന്ത് കഴിച്ചു, ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിനകത്ത് വലിയ ഉള്ളത്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ കാണിച്ചു തരാവേ. ഇഡ്ഡലി ഈസ് ഗെറ്റിംഗ് റെഡി ഗൈസ്. സാമ്പാർ ഇവിടെ ഉണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ് വെക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ അസൂട്ടൻ ആൻഡ് ഐസൂട്ടൻ ഗൈസ്. പിന്നെ ഹർഷാനയും സുധിയും ഇന്ന് വൈകുന്നേരം അവിടെ നിന്ന് വരത്തതേ ഉള്ളൂ. നാളെ രാവിലെ അവരോട് എത്തത്തുള്ളൂ. കാരണം ഹർഷാനയ്ക്ക് ഓഫീസിൽ പോകണം, ലീവൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഹർഷാന നാളെ രാവിലെ വരും. അപ്പം ഞാൻ ഈ വ്ളോഗിനകത്ത് ആ ഒരു ഷോട്ട് കൂടി എടുക്കാം കേട്ടോ. ഹർഷാന സ്റ്റെപ്പ് വരുന്ന ഷോട്ട്. അമ്മ അപ്പം അപ്പം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അവരിപ്പോൾ എങ്ങാനും എത്തുമായിരിക്കും. പക്ഷേ 10 മണിക്ക് ഇവിടെ എത്തും എന്നാണ് കാണിച്ചിരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ നിന്നെങ്ങാനും വഴിതെറ്റി പോയി നിന്നാൽ എനിക്ക് പോയി കണ്ടുപിടിക്കാനും അറിയത്തില്ല. അത് ഏറ്റവും വലിയ കോമഡി. ഇപ്പോൾ ഊബറുകാർ കറങ്ങി തിരിഞ്ഞ് ബാക്കിലൊക്കെ പോയി നിൽക്കും. എന്നെ 2 പ്രാവശ്യം അവനെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് പോലും ആ വഴി കണ്ടുപിടിക്കാൻ ഒരു പാടാണെന്നറിയാം. ഇവരെങ്ങാനും പോയി നിന്നാൽ എനിക്ക് കണ്ടുപിടിക്കാൻ പോലും അറിയാത്ത. ഓക്കെ, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഹായ്, എന്തോ അത് ഗൈസ്, വഴി തെറ്റാതെ അവരിവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. യെസ്, മെസ്സിയുടെ ജേഴ്സി ഒക്കെ ഇട്ട് മക്കൾ എവിടെ പോകും? ആദ്യത്തെ മക്കളെത്തി. കൊച്ചൻ വീട്ടിൽ പോയേക്കാം. എന്താന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു കടയിൽ പോയിട്ട് അവിടെ ഇല്ല എന്ന് പറഞ്ഞ ഇവന്റെ നാട്ടിലെ സ്പെഷ്യൽ സാധനം. നിന്റെ പോപ്കോൺ ഐഡിയ എനിക്ക് ഓർമ്മയുണ്ട്. അതവനാ പറഞ്ഞത് കേട്ടോ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഫുട്ബോൾ അങ്ങോട്ടും ഫുട്ബോൾ അടിക്കുന്നുണ്ട് അകത്ത്. പൊടിഞ്ഞിട്ടുണ്ടാവും. ഗൈസ്, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കഴിക്കാൻ പോകുന്നത്. എൻ്റെ ഫിത്തിയിലൊട്ടിക്കാം. ഫിത്തിയിലൊട്ടിച്ചാൽ അവർ വഴക്ക് പറയത്തില്ലായിരിക്കും. എൻ്റെ എസ്തെറ്റിക്സ് കുറേ സാധനം വാങ്ങിക്കണം. എസ്തെറ്റിക്സിൻ്റെ ചില കിച്ചൺസിലൊക്കെ കാണുമല്ലോ കിട്ടിയ സാധനങ്ങൾ. അത് കുക്കറി ചാനലിൽ നമുക്കതല്ലല്ലോ. പെട്ടെന്ന് ഇഡ്ഡലി സാമ്പാറും കഴിക്കി കൊള്ളത്തില്ലേലും സൂപ്പർ എക്സ്പ്രഷൻ ഇടണം. എന്താ എക്സ്പ്രഷൻ ഇടാൻ കഴിയും? എങ്ങനെയുണ്ട് ഇഡ്ഡലി സാമ്പാറും? സ്വന്തം മാനേജർ കമ്പനി വിട്ട് വേറൊരു കമ്പനി തേടി പോകുന്നതിനുള്ള കരച്ചിലാണ് ഗൈസ്. ആശാന്മാരും ദേ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയാം, ഇത്രയും നാളും ആ മനുഷ്യനെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന ആശയ എന്തൊക്കെ കാണണമല്ലേ. പിന്നെ ദേ ഇവൻ അത് മുതലെടുത്ത് അവളെ കളിയാക്കുന്നുമുണ്ട്. എന്തൊക്കെ കാണണം ഈശ്വര, അതൊന്ന് നിർത്തിക്കൂടെ ഈ പ്രഹസനം. പിന്നെ അവർ വന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഫുള്ള് കഴിവ് അങ്ങോട്ട് പുറത്തെടുത്തു. ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. മുട്ട പൊരിച്ചതും പിന്നെ ചോറും പിന്നെ ഈ മോര് കാച്ചിയതും പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ. ആൻഡ് ബൈ ദ ബൈ യു നോ വാട്ട്, വെണ്ടയ്ക്ക ഫ്രൈ ഐസുക്കുട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പയർ തോരനൊക്കെ വെച്ച് കൊടുത്ത് ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൂക്കി വന്നു. എന്തോ കൊണ്ടുവന്നേക്കുന്നേ? കാണാനൊന്നുമില്ല, അത് കാണാൻ കൊള്ളത്തില്ലേ? സാരമില്ല, കാണാൻ കൊള്ളത്തില്ല. ഉറപ്പാക്കണ്ട, ഇങ്ങനെ വെള്ളമായി പോയി. ഇല്ല, കാണിച്ചിട്ടില്ല. അത് നിർത്തി. ഇതിലാണ് കട്ടിയായി, പക്ഷെ തിരിച്ചിട്ടപ്പോ പണി കിട്ടി. ഫ്രീസർ വെച്ചാൽ ശരിയാവും. കോരി പിടിക്കാം. ഫ്രീസർ വെച്ച് നോക്കണം. ഹായ്. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും വന്നു. റോഷനും ശ്യാമലും കൂടി വന്നു. ആക്ച്വലി പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഇവർ വന്ന വീക്കെൻഡ്
പിന്നെ ഇവർ കഴിക്കാൻ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. വാക്കിങ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ കുറേ രണ്ടും നമ്മളെല്ലാവരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്. ആശുപത്രി റൈഡ് മൊത്തം എക്സൈറ്റ്മെൻറ്റ് വേറെ ഒന്നും കൊണ്ടല്ല. റോസം കാക്ക ഒരു പെട്ടി നിറയെ ചക്കയും കൊണ്ടുവന്ന കേസ്. യെസ്, അടിപൊളി ചക്ക. ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് ചക്ക കഴിക്കുന്നത്. ആ സന്തോഷം തന്നെ കണ്ടില്ലേ. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ചക്ക ആദ്യമായിട്ട് കാണുന്നതിൻ്റെ സന്തോഷമാണ് നിങ്ങളാ കണ്ടത്. ഞങ്ങൾ ചക്ക മാത്രമല്ല, ചക്കയും പിന്നെ ഘീവറും അതേപോലെ തന്നെ ക്രീം ബൻ ഉണ്ട്. നമ്മുടെ കാക്കനാട് ഇവിടെ കിഡിലും ക്രീം ബൻ ഇടുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നൊക്കെ മേടിച്ച ക്രീം ബന്നൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇവൻ പിന്നെ ചക്കയൊന്നും കഴിക്കാത്തതുകൊണ്ടില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഒരു ആവേശത്തിന് റാസ്ബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നിയില്ല കേസ്. അതുപോലെയാണോ എല്ലാവർക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. കൊന്നാലും നിനക്ക് ഞാൻ എക്സ്പ്രഷൻ തരൂലടാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വർഷേനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ അങ്ങോട്ട് കട്ട് ചെയ്യേണ്ട താമസം എൻ്റെ അമ്മ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് കാണണമായിരുന്നു. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹർഷാനയും സുധിയും കാക്കനാട് വന്ന് കാലുകുത്തിയ ഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങളന്ന് ഹർഷാന വന്നതിന് ശേഷം എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു. അത് ഫുള്ള് വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാനിത് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആശമോളും ഷാലുവും വന്നിട്ടുണ്ട്. ആശമോൾ ഹർഷാനയുടെ കുഞ്ഞ് സിസ്റ്ററാണേ. അപ്പം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ ഡ്രസ്സൊക്കെ തെണ്ടി നടന്ന് അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി നടന്ന് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.